എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആഡംബര വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വൻ വിലക്കുറവിൽ ഇപ്പോൾ വാഹനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അമ്പരപ്പിക്കുന്ന വിലക്കുറവിലാണ് പലരും ഡൽഹിയിൽ നിന്ന് ആഡംബര കാറുകൾ സ്വന്തമാക്കുന്നത്. 10 വർഷമായിട്ടുള്ള ഡീസൽ കാറുകൾക്കും 15 വർഷമായിട്ടുള്ള പെട്രോൾ കാറുകൾക്കും നിരോധനം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത വിധം ഡൽഹിയിലെ ആഡംബര കാറുകളുടെ വില ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം പൊതുസമൂഹത്തിൽ നിന്നും വലിയ തോതിൽ എതിർപ്പുയർന്നതോടുകൂടി നിരോധനത്തിൽ ഡൽഹി സർക്കാർ ഇളവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡീസൽ വാഹന നിരോധനത്തിൻ്റെ അപ്രായോഗിക വശങ്ങൾ കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഡൽഹി സർക്കാർ നിലവിലിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ വായു മലിനീകരണം ജനജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചതോടുകൂടിയാണ് 2015 ദേശീയ ഹരിത ട്രൈബ്യൂണൽ പഴക്കം ചെന്ന കാറുകൾ ഡൽഹിയിൽ നിരോധിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 10 വർഷം പഴക്കമുള്ള ഡീസൽ കാറുകളും 15 വർഷം പഴക്കമുള്ള പെട്രോൾ കാറുകളും നിരോധിക്കാനായിരുന്നു നിർദ്ദേശമുണ്ടായത്. 2025 ഡൽഹി സർക്കാർ ഈ തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടെയാണ് ഡൽഹിയിൽ ആഡംബര കാറുകളുടെ ചാകര സംഭവിച്ചത്. അതോടൊപ്പം തന്നെ പമ്പുകളിൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ സിസ്റ്റവും ഏർപ്പെടുത്തുന്നതാണ്. നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 350 പെട്രോൾ പമ്പുകളിൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാതിരിക്കാനും നടപടികൾ സ്വീകരിക്കുവാനുമായിരുന്നു ഈ നീക്കം. പഴക്കമുള്ള 4 ചക്ര വാഹനങ്ങൾക്ക് 10,000 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 5,000 രൂപയും പിഴ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുക്കുവാൻ കൂടി തുടങ്ങിയതോടുകൂടിയാണ് ഡൽഹിയിലെ കാർ ഉടമകളിൽ പലരും കിട്ടിയ വിലക്ക് വാഹനം വിൽക്കാനുള്ള തീരുമാനം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഡംബര കാറുകൾക്കും വൻ വിലക്കുറവിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഡൽഹി സ്വദേശിയായിട്ടുള്ള വരുൺ താൻ 85 രൂപയ്ക്ക് വാങ്ങിയ ബെൻസ് 2.5 ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഏറെ വൈറലായിരുന്നു. എന്നാൽ പഴയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ആഡംബര കാറുകൾ ലഭിക്കുന്നതാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നിതിൻ ഗോയലിന് 40 ലക്ഷത്തിൻ്റെ മെഴ്സിഡസ് ബെൻസ് വെറും 4.25 ലക്ഷം രൂപയ്ക്കാണ് ലഭിച്ചതെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 65 ലക്ഷം രൂപയുള്ള ലാൻഡ് റോവർ 8 ലക്ഷം രൂപയ്ക്കും ലഭിച്ചിട്ടുണ്ട്. മികച്ച കണ്ടീഷനിലുള്ള ഈ വാഹനങ്ങൾ ഡൽഹിക്ക് പുറത്ത് 2028 വരെയെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ഓടിക്കുവാൻ സാധിക്കുന്നതാണ്. ഡൽഹിയിലെ 62 ലക്ഷം സ്വകാര്യ വാഹനങ്ങളെ പുതിയ മലിനീകരണ നിയന്ത്രണ നയം ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. 15 വർഷത്തെ നികുതി അടച്ച് നിരത്തിലിറക്കിയ വാഹനങ്ങൾ 10 വർഷമാകുമ്പോഴേക്കും പിടിച്ചെടുക്കുന്നതിലെ നീതികേടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മലിനീകരണത്തിൻ്റെ പേരിലാണെങ്കിൽ ഇരുചക്ര 3 ചക്ര വാഹനങ്ങൾ 50%, വലിയ വാഹനങ്ങൾ 30% വായു മലിനീകരണത്തിന് കാരണമാവുമ്പോൾ സ്വകാര്യ കാറുകളുടെ പങ്ക് 20%ആണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ തട്ടിപ്പുകളിൽ പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഡൽഹിയിൽ പഴക്കമുള്ള കാറുകൾക്ക് വലിയ തോതിൽ വിലക്കുറവുണ്ടത് വസ്തുതയാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഓഡോമീറ്റർ മാത്രമല്ല, അതോടൊപ്പം തന്നെ വ്യാജ സർവീസ് രേഖകൾ വരെ തയ്യാറാക്കി തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. നേരിട്ട് വാഹനം കണ്ട് വിലയിരുത്തി ആവശ്യമെങ്കിൽ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കേണ്ടതാണ്. വിൽക്കുന്നയാളുടെ തിരിച്ചറിയൽ രേഖയും ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകളും നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഇനി ഡീലർമാർ വഴിയാണ് കച്ചവടമെങ്കിൽ അവർക്ക് ഓഫീസും മറ്റുമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. യഥാർത്ഥ RC, ഇൻഷുറൻസ്, ടാക്സ്, അതോടൊപ്പം തന്നെ മറ്റ് രേഖകളുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അഡ്വാൻസ് പണം നിങ്ങൾ നൽകാതിരിക്കുക. അസാധാരണ വിലക്കുറവിൽ പെട്ടെന്ന് പണം കൈമാറുവാൻ നിർബന്ധിക്കുന്നവരെയും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഡൽഹിയിൽ നിന്നും പഴയ കാറ് വിലക്കുറവിൽ ലഭിക്കുവാനുള്ള അത്ര സാധ്യത കണക്കിലെടുത്ത് നിലവിലിപ്പോൾ തട്ടിപ്പിനും ഇരയാവുന്നവർ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.